ഇത് നമുക്ക് ഞാൻ മറ്റേ റിയാദ് ഫ്രഷ് ഫിഷിൽ നിന്ന് ശേരി വാങ്ങി. അപ്പൊ ഞാനത് കണ്ടപ്പോൾ ഫ്രഷ് സാധനം ഉണ്ടോ, ഫ്രഷ് സാധനം ഞാൻ കണ്ടോ, നല്ല ഫ്രഷ് സാധനം. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ എന്താ ചെയ്തു, എന്തായാലും ഇപ്പോ ഗ്രില്ലെടുക്കാൻ തീരുമാനിച്ചു. ഗ്രില്ലെന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്രില്ല്. മക്കളെ ഹായ്, അച്ഛനാ ടോണി സാജൻ വ്ലോഗ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഫിഷ് ഗ്രില്ല് നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾ ലൈവിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഷ് നല്ല രീതിയിൽ കഴുകുന്നു കേട്ടോ. അവർ കറക്റ്റ് ആയി കട്ട് ചെയ്ത് തന്നിരിക്കും. ഞാൻ പറഞ്ഞു ഇതുപോലെ ഇന്ന് എനിക്ക് ഗ്രില്ല് ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർ ഫിഷ് വൃത്തിയാക്കി അടിപൊളിയാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കഴുകാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് കഴുകി ക്ലിയർ ആക്കുകയാണ് അത്. ഓക്കെ, അപ്പോൾ ഹലോ ചങ്സുകളെ, നിങ്ങളുടെ അച്ഛനാ ടോണി സാജൻ വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അതായത് ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കണം കേട്ടോ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. പച്ചമുളക്, കാന്താരി ഇവിടെ കിട്ടില്ല, ഗൾഫായ കാരണം കാന്താരി ഇവിടെ കിട്ടത്തില്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുക, നല്ല പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നാരങ്ങയുണ്ട്. പിന്നെ വേറെ ടിപ്സ് ഉണ്ട്, അച്ചാൻസിന്റെ കുറച്ച് ടിപ്സുകൾ ഉണ്ട് കേട്ടോ. നോക്കിയോ, നമ്മളെല്ലാം ചേർക്കാൻ പോവാണ്. അതാണ് നല്ല നാടൻ കുരുമുളക് കേട്ടോ. അത് നമ്മൾ പൊടി ചേർക്കണം, ചതച്ചേർക്കണം. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ നല്ല സൂപ്പർ നാടൻ മല്ലിപ്പൊടിയാണ്. മക്കളെ പൊളിക്കും. എന്തൊക്കെ ചേർത്തിരിക്കുന്നത്, കുരുമുളകും, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉപ്പ് നോക്കണം, നമുക്ക് ഉപ്പ് പാകണം നോക്കട്ടെ. സൂപ്പർ. അപ്പം നാരങ്ങ നീര് നമുക്ക് ഒഴിക്കാൻ പോകണതിൽ. ഓക്കെ, മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് മസാല പിടിക്കാൻ വേണ്ടേ. ഫിഷ് എന്ത് ചെയ്തു, ഓരോ വര കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടി. ഇനി നമ്മൾ മസാല തേക്കാൻ പോകും. മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞു. അത് ഇനി കുറച്ച് ഒരു 10-20 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യണം. അപ്പോൾ നമ്മളെന്താ ഫിഷ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഗ്രില്ല് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ആ ഫിഷ് കാണിച്ചോ, ഗ്രില്ല് നമ്മളിത് ചെയ്തിരിക്കുകയാണ്. ഓവനിലാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പുറത്താണ് നമ്മൾ കരിയൊക്കെ കത്തിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് ഓവനിലാണ്. ഓക്കെ, ഇതാ. ഹലോ ഗെയ്സ്, അപ്പോൾ നമുക്ക് ഗ്രില്ലെല്ലാം റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രിൽ ഫിഷ് റെഡിയാണ്. നോക്കിക്കോളൂ. ചങ്സുകളെ സൂപ്പറായിട്ടുണ്ട്. ഗ്രില്ല് ഫിഷ് റെഡി.
ഇതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് അതായത് ജ്യൂസി ടൈപ്പ് അങ്ങനെ കഴിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എല്ലാം അടിപൊളിയുണ്ട്. കൂടെ നമ്മൾ നല്ല ചൂടൻ പൊറോട്ടയും. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോണ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗേസ്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി. ഇനിയും ഒത്തിരി വീഡിയോകളായിട്ട് ഒരുപാട് വീഡിയോകളായിട്ട് നിങ്ങളുടെ അച്ചായൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.